ഇസബേല് പറയുക, എന്താ അവള് പറഞ്ഞേ? നിന്റെ മനസ്സൊന്ന് തെളിയട്ടെ, ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ട ഞാൻ നിനക്ക് തരാം. ഹലോ, ഒരു പെണ്ണ് വിചാരിച്ചാൽ എല്ലാം നടക്കും. നടക്കത്തില്ലേ? ഒരു സഭ വേണമെങ്കിൽ പൂട്ടി കെട്ടാൻ പറ്റും. കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ? പണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് നിത്യതയിലേക്ക്, നിത്യതയിലാണോ എവിടെയാണോ എന്നറിയില്ല, വിശ്രമിക്കുന്ന ഒരാളിൻ്റെ തോളിൽ കൂടി ഒരു പെണ്ണും പിള്ള കരിക്കും പൊട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വത്രം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കാൻ എല്ലാ പരിപാടിയും പറ്റി. പക്ഷേ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് വരെ ഒന്ന് പിടിച്ചെന്ത് ചെയ്തച്ചാ കുലുക്കിയില്ലേ? മുൻ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് വരെ എന്ത് കുലുക്കി, പക്ഷെ ഇറങ്ങിയില്ല. തികച്ചിട്ട് ഇറങ്ങിയുള്ളൂ. ഒന്ന് സ്വത്രം പറയാൻ. ഒരു പെണ്ണ് വിചാരിച്ചപ്പോൾ മന്ത്രിസഭ വരെ പിടിച്ചെന്ത് ചെയ്തു. പിന്നെ ആണോ ഈ ഇസബേല്? അവള് പറഞ്ഞ, അവള് നാവിലെടുത്തോണ്ട് വന്ന ആയുധം കണ്ടോ? ഭർത്താവായ ആഹാബിനോട് പറയുക, എന്റെ പൊന്നച്ഛ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ നിനക്ക് തരാം. അവളെ അപ്പൻ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത് അവളെ പേരിന് വെച്ചിരിക്കുന്നത് പോലെയാ പറയുന്നേ. കേക്കട്ടെ, ശരിയല്ലേ? ഇസബേലിന്റെ അപ്പൻ മന്ത്രവാദി നേരത്തെ ദൈവദാസന്റെ മുന്തിരിത്തോട്ട ഇവളെ പേരിന് രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു കൊടുത്തതുകൊണ്ട് അഹങ്കാരത്തോടെ അവള് പറഞ്ഞേ. സ്വത്രം. പക്ഷെ അവള് പൈറ്റിയത് അവിടെ വിജയിച്ചേ. ശരിയല്ലേ? ഇല്ലേ? നാബോത്തിനെ അവിടെ നിന്ന് മാറ്റിയാലേ അടുത്ത് മെതിക്കാൻ ഒരു പരാക്രമശാലിയെ ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സ്വത്രം പറയാം. കാരണം നാബോത്തിന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നുണ്ട്. സ്വത്രം. കാരണം ദൈവം വിട്ടുകൊടുത്താലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. കാര്യം ഉയർത്തി പറ, ദൈവം വിട്ടുകൊടുത്താലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സംരക്ഷണ വലയം നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ഇനി നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ ചില കടമ്പകൾ ചിലർ കടക്കേണ്ടി വരും. ഇവിടെ ചില കുതന്ത്രങ്ങൾ ഇസബേല് മെനഞ്ഞു, അതിൽ അവൾ ജയിച്ചു. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നാട്ടുകൂട്ടം വിളിച്ച് അതിൻ്റെ ഇടയിൽ നീചന്മാരായ കുലപാതകന്മാരെ കൈക്കൂലി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നാബോത്തിനെതിരെ ആരോപണങ്ങൾ അടിച്ചുവിട്ട് അതിനകത്ത് വെച്ച് കല്ലെറിഞ്ഞ് നാബോത്ത് എന്ന ദൈവദാസൻ എന്ത് ചെയ്തു? കൊന്നു. ലെറ്റർ പേർ എടുത്ത് എഴുതി സീലും അടിച്ചിപ്പോൾ വിട്ടുകൊടുത്തത് ഇസബേല്. സ്വത്രം പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ അടിച്ചുവിട്ട ചില പ്രതിസന്ധികൾ ഞാൻ പറയാം. വില കൊടുത്ത് ഇതിനകത്ത് കരയുന്ന ദൈവവൈതലേ, നിന്റെ കണ്ണുനീരൊഴുകി കരഞ്ഞ വിഷയത്തിന്റെ മറുപടിയെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ശത്രുവിന്റെ മടയിൽ ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ഇറങ്ങിച്ചെന്ന് ആ മറുപടിയെ തിരിച്ചു പിടിക്കുന്ന നിമിഷങ്ങളായി മാറുമ്പോ കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്ത്, കരമടിച്ച് ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്ത് ആമേ ഹല്ലേലൂയ. ആമേ. അങ്ങനെ അവൾ ആഹാബിന്റെ ആമേ ഹല്ലേലൂയ ആമേ പേര് വെച്ച കത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് എടുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു കൊടുത്തു. കണ്ടോ? അവൾ വ്യാജരേഖ ഉണ്ടാക്കി, ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തി ആ ദൈവദാസനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നു. ശുശ്രൂഷ അവസാനിച്ചോ? ശുശ്രൂഷ അവസാനിച്ചോ? പാതി മടങ്ങ് ശുശ്രൂഷ. അതിനകത്ത് എഴുന്നേറ്റ് അടുത്ത് ചില പരാക്രമശാലിയെ ദൈവം എഴുന്നേൽക്കുക. പ്രാർത്ഥിച്ച് മടുത്തുപോയവർ ദൂത് കേൾക്കുന്നുണ്ടോ? തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവർ ദൂത് കേൾക്കുന്നുണ്ടോ? മടുത്തു പോകരുത്. അല്പം പ്രയാസം വന്നെങ്കിൽ, അല്പ കണ്ണുനീരിൻ്റെ അനുഭവം വന്നെങ്കിൽ നീ തളർന്നു പോകരുത്. കാരണം നിന്റെ വിടുതൽ പുറകെ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. ആമെ ക്ലേശിപ്പിച്ചവിടെ നടുവിൽ, പരിഹസിച്ചവിടെ നടുവിൽ, ആമെ ഇളം ചില്ലുകളായി ആമെ അറ്റത്ത് കിടന്ന നിന്നെ, ഇളം ചില്ലുകളായി കിടന്ന നിന്നെ ആമെ വെട്ടിയെടുത്ത് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുവന്ന് നട്ടത് ദൈവമാണെങ്കിൽ നീ വാടത്തില്ല. യഹസ്കേൽ 17:4 വചനം അയച്ച ദൂത് പ്രസ്താവിക്കുകയാണ്. പ്രാർത്ഥിച്ച് ദൈവം തുറക്കുന്ന നന്മയെ ഒരു ദുഷ്ടനും അപകരിച്ചു കൊണ്ടുപോകുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല.
നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുകത്തില്ല. അത് വൈകിയാലും വരും. അതിനുവേണ്ടി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. കരമുയർത്തൊരാമേൻ പറ. ചില പ്രതിസന്ധികൾ നിനക്കെതിരെ, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ദൈവമക്കൾക്കെതിരെ വരും. പക്ഷേ നീ പ്രാർത്ഥിച്ച് ഫയർ ചെയ്ത് നിൽക്കേ. നീ ഒരു ഫയർ എഞ്ചിനായി ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എഴുന്നേൽക്ക്. 50 രാജാക്കന്മാർ ഒരുമിച്ച് നിന്ന് വന്നാലും പ്രാർത്ഥിക്കുന്ന നാബോത്തിനോട് പോരാടാൻ പറ്റത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ ശക്തനായവൻ. 38 മുക്കോടി ദേവന്മാർ ഒരു ഭാഗത്തും ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസൻ ഏലിയാവ് ഒരു ഭാഗത്തും നിന്നാൽ ആരുടെ യാഗമാണ് വിജയിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ 1 രാജാക്കന്മാർ 18-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. ആമേ ഹല്ലേലൂയ 38 മുക്കോടി ദേവന്മാരും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആമേ കർമ്മയിൽ മുട്ടുകുത്തുന്ന ആമേ കുലം ഏതെന്നറിയാത്ത തിഷ്മ ഏലിയാവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു അഗ്നിയുണ്ട്. അതാണ് എന്റെ ദൈവം. നിങ്ങൾ പറയില്ലേ ഞാൻ ഒറ്റയ്ക്കാ, ആരുമില്ല. അമ്മേ, ചേരപ്പള്ളിയിൽ നിന്ന് വന്ന അമ്മേ, ഞാൻ ഒറ്റയ്ക്കാ, ആരുമില്ല. ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കെന്ന്? ഞാൻ പറയുന്നു എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. മരണങ്ങൾ മുഖാമുഖം കുടുംബത്തിൽ വന്നിട്ടും സ്വസ്ഥത പോലും ഇല്ലാതെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ നിന്റെ എല്ലാ വഴിയും ശത്രു അടച്ചിട്ടും ഇന്നും ഈ മണ്ണിൽ ആയുസോടെ നിന്നെ നിർത്തിയത്, നിന്നെ പട്ടിണിക്കിടാതെ വണ്ണ ഇന്നും ദൈവം നിന്നെ നിർത്തിയത് ആമേൻ ദൈവത്തിൻ്റെ കൃപയാ. നിന്റെ ജാതി മതം ക്വാളിറ്റി നോക്കിയല്ല ദൈവം സ്നേഹിക്കുന്നേ. നിന്റെ ഹൃദയത്തെ ഒന്ന് നോക്കും. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഒരിക്കലും തോറ്റുപോകത്തില്ല.